ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പാവയ്ക്ക തീയലാണ് തയ്യാറാക്കുന്നത്. പാവയ്ക്ക തീയൽ എങ്ങനെയാണ് ഒട്ടും കയ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പലരും പറയാറുണ്ട് പാവയ്ക്കയുടെ കയ്പ് കാരണം അതിൻ്റെ ജ്യൂസ് എല്ലാം കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഒട്ടും തന്നെ കയ്പുണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് തീയലിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാവയ്ക്ക, 15 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്ക അരിയുമ്പോൾ കനം കുറച്ചരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് തീയലിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങയും 5 കുഞ്ഞുള്ളിയും ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും നമുക്ക് നന്നായി ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കാം. നമുക്കിനി പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു ഉലുവ. ഇത്രയും നമുക്ക് പച്ചമണം മാറുന്നതുവരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വയ്ക്കുമ്പോൾ അടിയിൽ പറ്റിപ്പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കുത്തൽമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി കുതിരാനായി വച്ചിട്ടുണ്ട്. നമുക്കിനി പുളിവെള്ളം പാവയ്ക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നേരത്തെ തേങ്ങ വറുത്തെടുത്ത അരപ്പ് നമുക്ക് ഈ സമയം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ചു വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തീയൽ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി അടച്ചു വയ്ക്കാം. ഇവിടെ ഇപ്പോൾ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കടുക് താളിക്കാം.
ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർക്കാം. കടുക് താളിച്ചത് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രുചികരമായ പാവയ്ക്ക തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.